അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം വോട്ടെടുപ്പിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം CPM ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് നമ്മളോട് സംസാരിക്കുകയാണ്. നിലവിൽ തന്നെ CPM സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഭൂരിഭാഗം പഞ്ചായത്തുകളും കൈകളിലുള്ള പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് നിലവിലെ ഒരു പ്രതീക്ഷ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ വാക്കിലൊരു മാറ്റമില്ല. പോളിംഗ് കഴിഞ്ഞപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഏറെ സീറ്റ് നേടിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഒരു ഉജ്ജ്വല വിജയം കോഴിക്കോട് ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കാഴ്ചവെക്കും. ജില്ലാ പഞ്ചായത്തായാലും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ പിടിച്ചെടുക്കും. കോർപ്പറേഷനിൽ ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ പുതിയ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കുന്ന അവസ്ഥ വരും. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പോളിംഗ് ശതമാനം തെക്കൻ കേരളത്തേക്കാൾ മലബാർ കൂടിയിട്ടുണ്ട്. അതിൽ കോഴിക്കോട് വളരെ മുൻപന്തിയിലാണ് എന്നറിയാം. ഏതാണ്ട് 100% തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ വാർഡിലും 100-200 വോട്ടുകൾ സ്ഥലത്തില്ലാത്തതും മരിച്ചതുമായി മാറ്റി നിർത്തിയാൽ ഏതാണ്ട് 100% തന്നെ പോളിംഗ് പല സ്ഥലത്തും നടന്നെന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ പോളിംഗ് ശതമാനം 1% കുറയുന്നത് ഒരു പ്രശ്നമാവില്ല അല്ലേ? സ്വാഭാവിക പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു അവസ്ഥ ഉണ്ട്. കാരണം നാട്ടിൽ പണ്ട് ഗൾഫാണ് പറയാറ്. ഇന്ന് ഗൾഫല്ല, ഗൾഫിനേക്കാളേറെ കാനഡ, US, ഓസ്ട്രേലിയ, ജർമ്മനി ഇവിടങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികൾ കുടുംബസമേതം BSc നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് നേഴ്സ് ജോലിക്ക് കിട്ടിയവർ ഫാമിലി സഹിതം താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ ഗ്രാമത്തിലെല്ലാം ഉണ്ട്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും വ്യാപകമാണ്. മറ്റൊരു പ്രത്യേകത, ബാംഗ്ലൂരിലും മൈസൂരിലും പഠിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ പ്രദേശത്ത്, ഞങ്ങളുടെ ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ അവിടെയൊക്കെ 10-ാം തീയതി പരീക്ഷ ആരംഭിച്ചിരിക്കുക. ആ കുട്ടികൾക്കൊന്നും വോട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള വോട്ട് ചെയ്യാതെ കിടക്കുന്ന എണ്ണം നോക്കിയാൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ മികവിൻ്റെ കുറവോ അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതിൻ്റെ കുറവോ അല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ. അതുകൂടെ കൂട്ടുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ നിൽക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ UDF അവകാശപ്പെടുന്ന അവർ ഇത്തവണ കഴിഞ്ഞ ഓണത്തേക്കാൾ എന്നല്ല ഏറ്റവും മികച്ചൊരു 2010 അവസ്ഥയിലേക്ക് വരും. ആ രീതിയിലാണ് അവരുടെ UDF കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തോൽക്കുമെന്ന് ആരും പറയാറില്ല, എല്ലാവരും ജയിക്കുമെന്നാണ് പറയുക. പക്ഷേ 13-ാം തീയതി ഫലപ്രഖ്യാപനം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ അതേപടി പറയാൻ ആർക്കൊക്കെ സാധിക്കുമെന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഞാനേതായാലും നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ നിങ്ങളോട് പാലിച്ചുകൊണ്ട് സംസാരിക്കും, അതെനിക്ക് ഉറപ്പാണ്. കോഴിക്കോട് മുനിസിപ്പാലിറ്റികളാണ് പക്ഷേ LDFന് ഒരു എണ്ണം കുറവ്, 7-ൽ 3 മാത്രമേ ഉള്ളൂ. ഇത്തവണ അതും തിരുത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. തീർച്ചയായും തിരുത്തും. എണ്ണത്തിൽ വർധനവുണ്ടാവും, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏതൊക്കെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് മാറ്റുരയ്ക്കുന്നത് സംസ്ഥാന ഭരണത്തെ കൂടിയാണ്. ആ ഭരണത്തിൻ്റെ സഹായവും ആനുകൂല്യവും അതിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തുടക്കത്തിലെ മീഡിയകളോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചാണ്. അതിലൊരു മാറ്റവും വരാതെ ഞാനിപ്പോഴും പറയുന്നു, ആ സന്തോഷവും ആ ആമോദവും ആ തൃപ്തിയുമെല്ലാം ഇന്നലത്തെ പോളിങ്ങിൽ നന്നായി കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിലെ തുടക്കഘട്ടത്തിലുള്ളതുപോലെ തന്നെ ആത്മവിശ്വാസം പൂർണ്ണമായി പ്രകടിപ്പിക്കുക തന്നെയാണ് CPM ജില്ലാ നേതൃത്വം. നേരത്തെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി മുനിസിപ്പാലിറ്റികൾ കൂടി അധികമായി പിടിച്ചുകൊണ്ട് ജില്ലയിൽ സമ്പൂർണ്ണമായ ഒരു മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.